ഒരിക്കൽ അധികാരം പിടിച്ചു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയെ ആ സംസ്ഥാനത്ത് നിന്ന്, ആ പ്രദേശത്ത് നിന്ന്, ഭരണകൂടത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഇൻകംബൻസി അഡ്വാൻറ്റേജ്. ആ അഡ്വാൻറ്റേജ് ഷീല ദീക്ഷിത് കോൺഗ്രസിന് വേണ്ടി 3 പ്രാവശ്യം ചെയ്തു. അത് നല്ല പ്രവൃത്തികളിലൂടെ വീണ്ടും 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 ആദരവ് നേടുകയാണ്. അത് തകർന്നു കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിന് ഒരു സീറ്റ് പോലും പിന്നീട് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാതെ, ലോക്സഭയിൽ സീറ്റുകളില്ലാതെ ഡബിൾ ഹാട്രിക് ആണ്. ഇത് പരിതാപകരമായ അവസ്ഥയാണ്. ഇൻകംബൻസിയെ ഉപയോഗിക്കാൻ എങ്ങനെയോ കഴിയാതെ പോയി. ആം ആദ്മി പാർട്ടി ഇൻകംബൻസിയെ ഉപയോഗിച്ചു തന്നെയാണ് തുടർ ഭരണം 2015 ജയിച്ചു വന്ന ആം ആദ്മി പാർട്ടി ഏതാണ്ട് സമാനമായ ശക്തിയോടുകൂടി 2020 ജയിച്ചു വന്നത് പോസിറ്റീവ് പ്രോ ഇൻകംബൻസി വോട്ടോടുകൂടിയാണ്. ഇപ്പോഴിതാ ആ ഗുഡ് വില്ല് നഷ്ടപ്പെടുത്തി ആന്റി ഇൻകംബൻസിയുടെ പരകൂടിയിൽ നിൽക്കുകയാണ് ഡൽഹിയിലെ ജനം. അതാണ് BJPക്ക് പ്രയോജനകരമായത്. ഇപ്പോൾ BJP ഇൻകംബന്റ് അല്ലെങ്കിൽ നിലവിലുള്ള ഭരണകക്ഷിയായി മാറിയിരിക്കുന്നു. അത് തുടരാനുള്ള എല്ലാ ഗിമ്മിക്കുകളും, അതായത് ഫ്രീബീസ് കൊടുക്കുന്നതായിക്കൊള്ളട്ടെ, ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതായിക്കൊള്ളട്ടെ, പ്രസ്താവന സാഹിത്യമായിക്കൊള്ളട്ടെ, അതിനുമുപരിയായി കേന്ദ്രം സംരക്ഷിച്ചുകൊള്ളും എന്ന ഒരു പ്രതീക്ഷയായിക്കൊള്ളട്ടെ. അതുകൊണ്ട് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഇന്ത്യയുടെ പ്രധാന ഭരണകക്ഷിക്ക് പ്രസ്റ്റീജ് പോരാട്ടമായിരുന്നു. ആ പോരാട്ടം വിജയിച്ചിരിക്കുന്നു. ഇനി ഒന്നും വടക്കേ ഇന്ത്യയിൽ കൂടുതലായി തെളിയിക്കാൻ BJPക്ക് ഇല്ല എന്ന അവസ്ഥയിൽ നിൽക്കിയിരിക്കുന്നു.